വിഗ്രഹത്തിനൊപ്പം അയ്യപ്പന് ചരിത്ര പുരുഷന്റെ വ്യാഖ്യാനം നൽകുന്ന പ്രതിഭാസമാണ് തിരുവാഭരണം. തിരുവാഭരണ പേടകങ്ങൾ ശബരിമല സന്നിധാനത്തെത്തി അല്പസമയത്തിനകം ഇനി ദീപാരാധനയാണ്. ദൃശ്യങ്ങളിൽ കാണാം സോപാനത്തും തിരുമുറ്റത്തും പാണ്ടിത്താവളത്തിലും എവിടെയൊക്കെയാണോ ശബരിമല ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ പൊന്നമ്പലമേട് കാണാൻ സാധിക്കുന്നത് അവിടെയെല്ലാം ജനലക്ഷങ്ങൾ അയ്യപ്പ ഭക്തന്മാർ തമ്പടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ചാർത്തുകയാണ് അയ്യപ്പ വിഗ്രഹത്തിൽ. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നട തുറന്നു കഴിഞ്ഞാൽ പിന്നീട് ദീപാരാധനയാണ്. ഈ ദീപാരാധന ശബരിമല ക്ഷേത്രത്തിൽ പൂർത്തിയാകുന്ന വേളയിലാണ് കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നമ്പലമേട്ടിൽ മകരദീപം 3 തവണ മിന്നിമറയുന്നത്. പ്രതിപാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഈ ചരിത്ര പുരുഷൻ എന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് അയ്യപ്പന് നൽകുന്ന ഒന്നാണല്ലോ തിരുവാഭരണം. രാജ ദീപാരാധനയ്ക്കായി തിരുനട തുറന്നു. ഭഗവാന്റെ തിരുവാഭരണം ചാർത്തിയുള്ള ദിവ്യ വിഗ്രഹം കണ്ടു തൊഴുന്ന അസുലഭ നിമിഷമാണ്. സ്വാമിയെ ശരണമയ്യപ്പ ശരണമന്ത്രങ്ങളോടുകൂടി തിരുനടയില് ഭഗവാന്റെ തിരുവാഭരണത്തില് ആരതി ഇടിയുന്ന മേൽശാന്തി വളരെ ഭക്തർക്ക് നിർവൃതി നൽകുന്ന ആ കാഴ്ച. സന്നിധാനത്ത് വിശിഷ്ടാദികളെല്ലാം തന്നെ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവരെ തിരുസന്നിധിയിൽ ദീപാരാധന ദർശിക്കുന്ന ആ കാഴ്ചയാണ്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ പൊന്നമ്പല മേട്ടിൽ ദിവ്യ ജ്യോതിസ് തെളിയുന്നതാണ്. ഈ ദീപാരാധനയ്ക്ക് ശേഷം കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ദിവ്യ ജ്യോതിസ് കാണുവാനായിട്ടാണ് ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ സ്ഥലങ്ങളിലായി തമ്പടിച്ചിരിക്കുന്നത്. ഈ ചരിത്ര നിമിഷം, ഈ സുവർണ നിമിഷം, ഭക്തിയുടെ പാരവശ്യത്തിലെത്തി നിൽക്കുന്ന ഈ നിമിഷത്തിനായിട്ടാണ് ഭക്തസഹസ്രങ്ങൾ, ഭക്തലക്ഷങ്ങൾ കാത്തിരുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ മന്ത്രങ്ങളോടുകൂടി ശരണം വിളികളോട് കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നമ്പലമേട്ടിൽ ദീപാരാധനയ്ക്ക് സമയത്ത് തന്നെ ദിവ്യ ജ്യോതിസ് തെളിയുന്ന മനോഹരമായ കാഴ്ച. ഭക്തസഹസ്രങ്ങളുടെ, ഭക്തകോടികളുടെ കണ്ടങ്ങളിൽ നിന്ന് ഉയരുന്ന ശരണം വിളികൾ ഇവിടെ അലയടിക്കുകയാണ്. സന്നിധാനം മുഴുവനും ആ ശരണമന്ത്രങ്ങൾ അലയടിക്കുന്ന ദിവ്യമായ ആ കേൾവി, ആ മന്ത്രങ്ങളുടെ അലയൊലിവിൽ ഒന്നാമത്തെ ജ്യോതി തെളിഞ്ഞ് രണ്ടാമത് വീണ്ടും ദിവ്യ ജ്യോതിസ് ആ പൊന്നമ്പലമേട്ടിലെ ചക്രവാളത്തിൽ ഉദിച്ചുയർന്നു. ആ ദിവ്യ ജ്യോതിസ് കണ്ട ജ്യോതിസ്വരൂപനായ ഭഗവാൻ ശ്രീ മണികണ്ഠന്റെ, ധർമ്മശാസ്താവിന്റെ ജ്യോതിസ്വരൂപനായ പ്രപഞ്ചശക്തിയായ ഭഗവാനെ കൺകുളിർക്കെ ജ്യോതിസ്വരൂപമായി ആരാധിക്കുന്ന ആ പരിപാവനമായ പവിത്രമായ ആ നിമിഷത്തിന് ലോകം മുഴുവൻ സാക്ഷിയാകുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ ആ മന്ത്രധ്വനികളോടുകൂടി ഈ അന്തരീക്ഷം മുഴുവൻ ശരണമന്ത്രങ്ങളാൽ അലയടിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഭഗവാന്റെ ദിവ്യ ജ്യോതിസ് മൂന്നാമതും തെളിഞ്ഞ് ഭഗവാന്റെ ഈ മകര സംക്രമ സന്ധ്യയിലെ ദിവ്യ നക്ഷത്രം ആകാശത്തിന് മുകളിലായി മുങ്ങിത്തിളങ്ങി ഉദിച്ചു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. ആ ആകാശത്തിന് മകര ജ്യോതിസ് തെളിഞ്ഞതിന് തൊട്ടുമുകളിലായി മകര നക്ഷത്രം മിങ്ങിത്തിളങ്ങുന്ന കാഴ്ചയും ഭക്തർക്ക് ഈ ചാനലിലൂടെ കാഴ്ച കാണാവുന്നതാണ്. അതാണ് മകര നക്ഷത്രം. ആ മകര നക്ഷത്രത്തിന്റെ താഴെയായിട്ടാണ് ദിവ്യ ജ്യോതിസ് തെളിഞ്ഞിരിക്കുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ മന്ത്രം അലയടിക്കുന്ന സന്നിധാനം, ഭക്തിയുടെ പാരവശ്യത്താൽ ആറാടുന്ന ഭക്ത മനസ്സുകൾ ആനന്ദ നിർവൃതിയിൽ ശരണം വിളിച്ചുകൊണ്ട് അവരുടെ 2-3 ദിവസക്കാലമായിട്ടുള്ള ആ യാത്രയുടെയും കാത്തിരിപ്പിന്റെയും ഒക്കെ സാഫല്യമിതാ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ. പൊന്നമ്പലമേട്ടിൽ 3 തവണ മകരവിളക്ക് തെളിഞ്ഞിരിക്കുന്നു. അയ്യപ്പ ഭക്തന്മാർ സമ്പൂർണ്ണ നിർവൃതിയിൽ ഇതാ ശരണമന്ത്രങ്ങൾ മുഴക്കുകയാണ് ശബരിമല സന്നിധാനത്ത്. ഏവരും കാത്തിരുന്ന ആ അസുലഭ നിമിഷം ഇതാ കടന്നുപോയിരിക്കുന്നു. 3 തവണ അയ്യപ്പന്റെ പൊന്നുപൂങ്കാവനമായ പൊന്നമ്പലമേട്ടിൽ 3 തവണ മകരവിളക്ക് തെളിഞ്ഞിരിക്കുകയാണ്. ആകാശത്ത് മകരജ്യോതിയും തെളിഞ്ഞത് കാണാൻ കഴിയും. അങ്ങനെ ആ 2 ദൃശ്യങ്ങൾ കണ്ട് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ
പൂർണ്ണ നിർവൃതിയോടെ മലയിറക്കം തുടങ്ങുകയാണ് ഇവിടെ. ഇതാ സന്നിധാനത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അവിടെ ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദം വിതരണം ചെയ്യുകയാണ് തന്ത്രിയും മേൽശാന്തിയും ചേർന്നുകൊണ്ട്. അയ്യപ്പനെ തിരുവാഭരണ വിഭൂഷിതനായി കാണാനുള്ള ഭക്തരുടെ അവസരമാണ് ഇനിയുള്ള നിമിഷങ്ങൾ. ഇനിയുള്ള 5 ദിവസം തിരുവാഭരണങ്ങൾ ചാർത്തിയാണ് അയ്യപ്പ വിഗ്രഹമുള്ളത്. അതിനാൽ തന്നെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു അവസരമായി കണക്കാക്കി ഇന്നിപ്പോൾ മകരവിളക്കും കണ്ട അയ്യപ്പ ഭക്തർ വീണ്ടും ഒരിക്കൽ കൂടി ദർശനം നടത്തി തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൂടി തേടിയാകും ഇന്നിപ്പോൾ മലയിറക്കം തുടങ്ങുക. അങ്ങനെ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ഏതാണ്ട് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾക്ക് ഇന്നിപ്പോൾ തുടക്കം കുറിക്കുന്നു. മകരവിളക്ക് എന്നത് മകരവിളക്ക് മഹോത്സവത്തിന്റെ തുടക്കമല്ല, മറിച്ച് അതിന്റെ ആരംഭമാണ്. ഇന്ന് വിളക്കെഴുന്നള്ളിപ്പുകൾ തുടങ്ങുകയാണ് ഇന്ന് രാത്രി മുതൽ. അത് ഏതാണ്ട് 5 ദിവസം നീണ്ടു നിൽക്കും. അതിനുശേഷം മാത്രമേ കുരുതിയോടുകൂടി ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തിയാകുകയുള്ളൂ. സ്വാമിയെ ശരണമയ്യപ്പ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മകരജ്യോതിയുടെ ദൃശ്യമാണ്. മകരവിളക്കിന് ഉള്ളതുപോലെയുള്ള അതേ പ്രാധാന്യം മകരനക്ഷത്രത്തിനുമുണ്ട്. കാരണം ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്കുള്ള സൂര്യന്റെ പ്രവേശനമാണല്ലോ മകരസംക്രാന്തി. ഈ ദിവസം ആകാശത്ത് തെളിയുന്ന മകരനക്ഷത്രത്തിനും വലിയ പ്രാധാന്യം അയ്യപ്പ ഭക്തർ, ഹൈന്ദവ വിശ്വാസികൾ നൽകുന്നുണ്ട്. അതിനാൽ മകരവിളക്ക് കണ്ട് ആത്മസംതൃപ്തി അടഞ്ഞ ഭക്തന്മാരിപ്പോൾ ഇതാ ശബരിമല ക്ഷേത്രത്തിന്റെ കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നമ്പലമേടിന് മുകളിലായി മകരനക്ഷത്രവും തെളിഞ്ഞിരിക്കുന്നു. അതും കണ്ടു തൊഴുതാണ് ഭക്തർ മലയിറങ്ങുന്നത്.